ദൈവശാസ്ത്രവും പ്രാതിനിധ്യത്തിൻ്റെ രാഷ്ട്രീയവുമാണ് ഈ പുസ്തക പഠനത്തിൻ്റെ ഭാഗമാകാൻ കഴിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഈ ഭവനത്തിൻ്റെ സാഹചര്യത്തിൽ ഇത് സംഘടിപ്പിക്കുന്ന ഒത്തിരി ആശയങ്ങളെയും തലമുറകളെയും കൂട്ടി വളർത്തുകയും സംഘടിപ്പിക്കുകയും ദിശാബോധം നൽകുകയൊക്കെ ചെയ്ത ഈ ഭവനം തീർച്ചയായും ഇവിടുത്തെ പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമാണ്. തുടർന്നും അത് തുടരുവാൻ ഒരു അമ്മ ഗൃഹമായി, മദർ ഹൗസായി ചിന്തകൾക്കും സംഘങ്ങൾക്കുമൊക്കെ ശക്തി പകരുന്ന ഭവനമായി തുടരുന്നു ആവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് എന്നെ ഏൽപ്പിച്ച ഈ ഉത്തരവാദിത്തങ്ങളിലേക്ക് ഞാൻ പ്രവേശിക്കട്ടെ. ഒരു പുസ്തകത്തെ സംബന്ധിച്ച് ഒരു പുസ്തകത്തിൻ്റെ പഠന പശ്ചാത്തലത്തിൽ നാം ചേർന്ന് വരുമ്പോൾ 3 കാര്യങ്ങൾ പ്രധാനമാണെന്ന് ഞാൻ കരുതുന്നു. 1, അതിൻ്റെ ഗ്രന്ഥകാരൻ. 2, അത് കൈകാര്യം ചെയ്യുന്ന ഉള്ളടക്കം. 3, അത് വായിക്കപ്പെടുന്ന കാലം. ഗ്രന്ഥകാരനെ സംബന്ധിച്ച് ഇന്ത്യയിലെ ദളിത് സാമൂഹ്യശാസ്ത്രവും ദൈവശാസ്ത്രവും ഒക്കെ ബന്ധപ്പെടുത്തി പറയുന്ന പേരുകളിൽ ആദ്യത്തേതാണ് എ പി നിർമ്മലിൻ്റെയും എം ഇ പ്രഭാകരൻ്റെയും ഒക്കെ. ഒരുപക്ഷെ അതേ ആഴത്തിലും കാലക്രമത്തിലും കേരളത്തിലെ ദളിത് ചിന്തകളോട് ചേർത്ത് വെക്കാവുന്ന ഒരു പേരാണ് ടി എം യേശുദാസൻ സാറിന്. ഞാൻ പറഞ്ഞ ദളിത് ചിന്തകൾ ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലുമൊക്കെ രൂപപ്പെടുന്ന അതേ കാലഘട്ടത്തിൽ തന്നെ ഇവിടെയും ഇത്തരം കാര്യങ്ങൾ സാറ് നേതൃത്വം നൽകുകയും തൻ്റെതായ പാത വെട്ടി തെളിക്കുകയും ചെയ്യുന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ ഒരാളാണ് ഈ പുസ്തകത്തിൻ്റെ രചന നിർവഹിച്ചിരിക്കുന്നത്. 2, ഇത് കൈകാര്യം ചെയ്യുന്ന ആശയം. ഏതൊരു പുസ്തകത്തെ സംബന്ധിച്ചും അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഏത് തരം ചോദ്യങ്ങളോടാണ് അത് പ്രതികരിക്കുന്നത്, എന്താണ് ആ പുസ്തകം ചർച്ച ചെയ്യുന്നത് എന്നൊക്കെയുള്ള ആശയങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അദൃശ്യരാക്കപ്പെട്ടവരും അരികവെക്കപ്പെട്ടവരും പ്രതിനിധാനം ചെയ്യപ്പെടാത്തവരും അൺറെപ്രസെന്റഡ് ആയ വിഭാഗമാണ് ദളിത്. ഞാൻ ആ വാക്കുകൾ ഒന്നുകൂടെ പറയുന്നു. പ്രതിനിധാനം ചെയ്യപ്പെടാത്തവർ, പാർശ്വവൽക്കരിക്കപ്പെട്ടവർ, അങ്ങനെയൊക്കെയുള്ള ഒരു വിഭാഗത്തെ പ്രത്യേകിച്ച് പ്രത്യയശാസ്ത്രങ്ങളും സാമൂഹ്യ ചിന്തകളും ഒക്കെ തൊടാതെ വിട്ടുകളഞ്ഞ, പ്രതിനിധാനം ചെയ്യപ്പെടാൻ ആഗ്രഹിക്കാതെ പോയ ഒരു വിഭാഗത്തെ എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു, ചരിത്രപരമായി, തത്വചിന്താപരമായി, വിശ്വാസപരമായി എന്തുകൊണ്ട് ഇത്തരത്തിൽ അദൃശ്യരും അരികവെക്കപ്പെട്ടവരും പ്രതിനിധാനം ചെയ്യാത്തവരുമായി മാറി എന്നതിൻ്റെ ഒരു വലിയ അന്വേഷണമാണ് ഇതിൻ്റെ ഉള്ളടക്കം. അതിന് ലോകത്തിലെ മികച്ച ഇത്തരം രചനകളോട് ആഭിമുഖ്യം പുലർത്തുന്ന, ചേർത്ത് വായിക്കാവുന്ന രചനകളുടെ പിൻബലത്തിലാണ് ഈ ഉള്ളടക്കത്തിൽ ആശയങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത്. ഞാൻ അതിൻ്റെ ഗ്രന്ഥസൂചികയിൽ നിന്നെടുത്ത് ആരെയും പരിചയപ്പെടുത്തുവാനൊന്നും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ആ വിഷയം അവസാനിപ്പിക്കും. 3, അത് ഇന്ന് വായിക്കുന്ന കാലഘട്ടം വല്ലാത്തൊരു കാലഘട്ടത്തിലാണ്. എല്ലാ കാലഘട്ടത്തെക്കുറിച്ചും അങ്ങനെ പറയാറുണ്ടായിരിക്കാം. പക്ഷെ ഇന്ന് വല്ലാത്തൊരു കാലഘട്ടത്തിലാണ് നാം ഈ പുസ്തകം വായിക്കുകയും വീണ്ടും വീണ്ടും വായിക്കപ്പെടുകയും ചെയ്യും. ദേശീയത എന്ന വളരെ കാമ്യമായ സർവസ്വീകാര്യമായ ചട്ടക്കൂടിനുള്ളിൽ അവതരിപ്പിക്കപ്പെടുന്ന പൗരാവകാശ വിരുദ്ധമായ, സ്വാതന്ത്ര്യ വിരുദ്ധമായ, സെക്യുലർ വിരുദ്ധമായ ഹിന്ദു പ്രീണനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് വായിക്കുന്നത്. സവർണ ജാതീയതയാണ് കാമ്യമായതെന്ന് പറഞ്ഞ് അതിനോട് ചേർത്ത് മറ്റെല്ലാത്തിനെയും കൂട്ടിക്കെട്ടുന്ന ഒരു ധൃതരാഷ്ട്ര സമീപനം, മറ്റെല്ലാം അതിൻ്റെ ഉള്ളിൽ അമർന്നു പോകുന്ന ഒരു പശ്ചാത്തലം. ഈ രണ്ടിനും വളം വെക്കുന്ന തരത്തിലുള്ള ഒരു സാമ്പത്തിക ക്രമത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് നാം ഇന്ന് വായിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നും പുറത്തു കിടക്കാനുള്ള വഴി എന്താണെന്നുള്ള അന്വേഷണത്തിനാണ് നമ്മൾ
നമ്മൾ ഈ പുസ്തകം വായിക്കുന്നത്. അരിവൽക്കപ്പെട്ടവരും പ്രതിനിധാനം ചെയ്യപ്പെടാത്തവരും അദൃശ്യനുമൊക്കെയായ ഒട്ടേറെ, ഒരുപക്ഷെ ഇന്ത്യയുടെ ജനസംഖ്യയിൽ 20-25% എന്ന് പറയാവുന്ന ഈ പറഞ്ഞ വിഭാഗത്തിൻ്റെ ഒരു മുന്നോട്ട് പോക്കും നിലനിൽപ്പും പോരാട്ടമൊക്കെ അങ്ങേറ്റം ആവശ്യമായിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് നാം ഈ പുസ്തകം വായിക്കുന്നത് എന്ന് കൂടി ഞാൻ കൂട്ടിച്ചേർക്കട്ടെ. ഈ അവസ്ഥയ്ക്ക് ഭരണകൂടങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും സഭയും സുവിശേഷവും എല്ലാം കൂട്ടിയേർന്ന് പ്രതികളായിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് നാം ഈ പുസ്തകം വായിക്കുന്നത്. ഈ പുസ്തകത്തിൻ്റെ അവതാരിക എഴുതിയിരിക്കുന്നത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ജെ.കെ. തോമസ് ജോളിയാണ്. അതിൻ്റെ അവതാരിക അദ്ദേഹം പറയുന്നത്, സാർ ഉപയോഗിച്ചിരിക്കുന്നത് ഭാഷ, സാഹിത്യം, ചരിത്രം, ഈ ഒരു ഒപ്പിടി ചരടിലാണ് സാറ് തൻ്റെ വാദഗതികൾ, ആശയങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത്. മലയാളത്തിലൊരു പറച്ചിലുണ്ടല്ലോ, ഒപ്പിടി ചരട് അറ്റുപോകുകയില്ല. അപ്പം വളരെ സുദൃഢമായ ഒരു ഭൗതിക അടിത്തറ, ആശയപരമായ ഒരു സമഗ്രതയിലാണ് ഈ ചിന്തകൾ അവതരിപ്പിച്ചിരിക്കുന്നതെന്ന കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ അധികം സമയം എടുക്കുന്നില്ല. പുസ്തകം ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുക മാത്രമാണ് നമ്മുടെ ജോലി. അക്കൂട്ടത്തിൽ ഗ്രന്ഥകർത്താവും ഞാനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അല്പം ചില വാക്കുകളിൽ പറയണമെന്ന് കൂടി ഞാൻ ആഗ്രഹിക്കുന്നു. 80കളുടെ ആദ്യം കേരളത്തിലെ സ്റ്റുഡൻറ് ക്രിസ്ത്യൻ മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ടാണ് ഞാൻ പ്രൊഫസർ ടി.എം. യേശുദാസിനെ ആദ്യം കാണുന്നത്. കോട്ടയം CMS കോളേജിലെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൽ SMന്റെ കാര്യങ്ങൾ പറയാനായി അന്ന് കേരളത്തിലെ SM മറ്റൊരു ഷിഫ്റ്റിൽ ഏർപ്പെട്ടിരുന്ന കാലമാണ്. പരമ്പരാഗതമായ CMS കോളേജ് പോലെയുള്ള കോളേജുകളിൽ നിന്നും SM ഇല്ലാതാക്കിയിട്ട് റൂറൽ, ഗ്രാമീണ മറ്റ് പല മേഖലകളിലേക്കും SM പറിച്ചു നടപ്പെടുന്ന ഒരു പശ്ചാത്തലമായിരുന്നു. കോട്ടയം പോലുള്ള CMS കോളേജുള്ള കോളേജിൽ SM വേണ്ടാന്ന് വെച്ചതല്ല, പക്ഷെ അവിടുത്തെ സാഹചര്യങ്ങൾ SMനെ അനുവദിക്കാത്തൊരു കാലഘട്ടത്തിലാണ് സാറിനെ ഞാൻ കാണാൻ പോകുന്നത്. അവിടെയുള്ള കൂടിക്കാഴ്ചകളിൽ സൗമ്യവും പ്രൗഢവും ഗംഭീരമായ ആശയങ്ങൾ പങ്കുവെക്കുകയും ഉപദേശരൂപേണയും നിർദ്ദേശരൂപേണയൊക്കെ SMന്റെ പ്രയാണത്തിന് സാറ് നൽകിയ ഉപദേശങ്ങളും പങ്കിടലുകളൊക്കെ ഞാൻ നന്ദിപൂർവ്വം ഓർക്കുന്നു. പിന്നീട് അങ്ങോട്ട് പഠനക്കളരികളിൽ വായനയുടെ ഒത്തുകൂടലുകളിൽ, സമരമുഖങ്ങളിൽ, വിശ്വാസ പ്രസ്ഥാനത്തിൻ്റെയും യുവജന പ്രസ്ഥാനത്തിൻ്റെയും ഒക്കെ പല സമരമുഖങ്ങളിലും സാറിനെ ഞാൻ കാണുകയും ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ പിന്തുടരുകയൊക്കെ ഞാൻ ഈ അവസരം ഓർത്തു. ഏറ്റവും ഒടുവിൽ 2017 അടൂർ ഭദ്രാസനത്തിലെ മാർത്തമാച്ചന്മാരുടെ ഒരു കൂടി ഒരു കോട്ടയത്തിൽ സംഘടിപ്പിക്കുകയുണ്ടായി. അതിൻ്റെ സംഘാടനത്തിൽ എനിക്ക് കൂടി പങ്കാളിത്തമുണ്ടായിരുന്നു. സഭയ്ക്ക് പുറത്തു നിന്നാണ് സഭയെ വിമർശന ബുദ്ധിയെ നോക്കിക്കാണുന്ന ഒരു ഉത്തരവാദിത്വം സാറിനെ ഏൽപ്പിച്ചു. സാർ അത് നിർവഹിച്ചത് ഞാൻ വളരെ സ്നേഹത്തോടെ ഈ അവസരം ഓർക്കുന്നു. ഈ തരത്തിൽ വളരെ സാറിൻ്റെ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ഒരു ശൈക്ഷണികമായ ഒരു താല്പര്യം വളരെ പ്രധാനപ്പെട്ടു. ഈ ഞാൻ ഇടയ്ക്ക് സൂചിപ്പിച്ച ഈ പുസ്തകത്തിലെ സൂചിക പരിശോധിച്ചാൽ ലോകത്തിലെ ഏറ്റവും മികച്ച ആദരണീയരായ ഈ വിഷയം സംബന്ധിച്ച കാര്യങ്ങളിൽ അവഗാഹമുള്ള ആളുകളാണ് സാറെ ഉദ്ധരിക്കുകയും ചിന്തകളെ ചേർത്ത് വെക്കുകയും ചെയ്തു. അപ്പം വളരെ ഈ ഒരു ഇൻ്റലക്ച്വൽ ഒരു ശൈക്ഷണിക താല്പര്യം സാറിന് വളരെ പ്രധാനപ്പെട്ടതാണ്. രണ്ട്, ഈ ഒരു സമൂഹത്തിൻ്റെയും ചുറ്റുപാടുകളുടെ ഒരു വിമോചന താല്പര്യം, അതിൻ്റെ ഒരു പാഷൻ സാറ് കാത്തു സൂക്ഷിക്കുന്ന ആളാണ്. മൂന്നാമത്, അതിനൊക്കെ പറ്റുന്ന ഒരു കടഞ്ഞെടുത്ത മാതൃകയാക്കാവുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. ഒന്നിനും വിധേയപ്പെടാത്ത, എന്നാൽ തൻ്റെ ലാളിത്യവും ലളിതവുമായ ജീവിതം കൊണ്ട് ഇതിനെല്ലാം സംശീകരിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് സാറ്. ഈ പുസ്തകത്തിൻ്റെ അവതാരിക എഴുതിയ ജെ.കെ. തോമസ് ഈ പുസ്തകം അവതാരിക അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം പറയുന്നു. ഇംഗ്ലീഷ് സാഹിത്യത്തിലോ തത്വചിന്തയിലോ അവഗാഹമൊന്നുമില്ലാത്ത ആളിനെ ഈ പുസ്തകത്തിൻ്റെ അവതാരിക എഴുതാൻ ഏൽപ്പിച്ചത് ഒരു വല്ലാത്ത അന്ധകാളലാണ്. ആ കാളലിൻ്റെ മധ്യത്തിലാണ് ഈ കുറിപ്പ് അവസാനിപ്പിക്കുന്നതെന്ന് ജോളി എഴുതി. എന്നെ സംബന്ധിച്ചും ഈ കാര്യങ്ങളിൽ വലിയ അവഗാഹമൊന്നുമില്ലാത്ത ഒരാളാണ്. അപ്പം എന്നെ ഇത് ഏൽപ്പിച്ചതിന് പിന്നിൽ ഞാനിങ്ങനെ ആലോചിച്ചപ്പം, സ്നേഹമുള്ള അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ കുറുമ്പ് കാട്ടാൻ അവർക്ക് അവസരം കൊടുക്കും. കുട്ടികളോട് നമുക്ക് സ്നേഹം ഉണ്ടാകുമ്പോൾ അവർ എന്തെങ്കിലുമൊക്കെ ചെയ്തോട്ടെ എന്ന് പറഞ്ഞു വരുന്നതിരിക്കും. എൻ്റെ വിചാരം ടീച്ചർസാറും ഈ ഒരു ജോലി എന്നെ ഏൽപ്പിച്ചതിന് പിന്നിൽ ആ ഒരു സ്നേഹവും ഇളയ സഹോദരനുള്ള താല്പര്യവും മാത്രമാണ്. രണ്ട്,
ലേഖനങ്ങളെക്കുറിച്ച് മാത്രം ഒന്ന് വേഗത്തിൽ സൂചിപ്പിച്ച് ഞാൻ എൻ്റെ ഉത്തരവാദിത്വം പൂർത്തിയാക്കാം എന്ന് വിചാരിക്കുന്നു. ആദ്യ ലേഖനം ജാതി, ലിംഗം, വിജ്ഞാനം എന്ന് പറഞ്ഞ് അവിടെ 3 ലേഖനങ്ങളിലാണ്. 2 ലേഖനങ്ങളെയും ഒരു കഥയുമാണ് സാറ് നിരൂപണം ചെയ്യുന്നത്. EMS എഴുതിയ വനിതാ പ്രസ്ഥാനത്തിന്റെ കാഴ്ചപ്പാട് എന്ന ലേഖനം, ഇന്ത്യയിലെ സ്ത്രീകളെ പറ്റിയുള്ള ഒരു ലേഖനം, ചരിത്രപരമായ ഇന്ത്യയിലെ സ്ത്രീ പദവി, ചരിത്രപരമായ കാഴ്ചപ്പാട്. 3ാമത് ലളിതാംബിക അന്തർജനത്തിന്റെ പ്രതികാര ദേവത എന്ന കഥ. അത് പുസ്തകത്തിന്റെ 14 മുതലുള്ള പേജുകൾ അതിനെ കുറിച്ചുള്ള വിഷയമുണ്ട്. അതിന്റെ ഉള്ളടക്കത്തേക്ക് ഞാൻ പോകുന്നത് സാറവിടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഈ ലളിതാംബിക അന്തർജനത്തിനും EMSനും മറ്റ് ലേഖനത്തിന്റെ കർത്താക്കൾക്ക് സംഭവിച്ച ഒരു വലിയ പ്രശ്നം ഈ ജ്ഞാന ഉപാധിയുടെ, ഇംഗ്ലീഷ് പറഞ്ഞ എപ്പിസ്റ്റമോളജിയുടെ പരാജയമാണ്. ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ജ്ഞാനം ഏതിനെ കുറിച്ചാണ്? EMS മനസ്സിലാക്കുകയും വളരുകയും വായിക്കുകയും ഒക്കെ ചെയ്ത ജ്ഞാന പരിസരം കുറച്ചുകൂടി ഇടുങ്ങിയതും യാഥാർത്ഥ്യങ്ങളെ കാണാൻ കഴിയാതെ പോയതുമാണ്. അതുകൊണ്ടാണ് ഇവിടുത്തെ ദളിതരെ കുറിച്ചുള്ള സൂചനകൾ നമുക്കറിയാം. ആ പുസ്തകം അദ്ദേഹത്തിന് മുഴുവൻ രചനകൾ വായിച്ചാലും ഇത്തരത്തിലുള്ള ഒരു ദർശനമോ ഇത്തരത്തിലുള്ള ഒരു സ്വാധീനമോ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ കാരണം സാർ വളരെ സൈദ്ധാന്തികമായി പറയുന്നു. ഇത്തരത്തിൽ ഒരു എപ്പിസ്റ്റമോളജിക്കൽ പരാജയം, ജ്ഞാന ശാസ്ത്രത്തെ സംബന്ധിച്ച ഒരു പരാജയം കൊണ്ടുകൂടിയാണ് അത് സംഭവിച്ചത്. നമുക്കൊക്കെ ഗ്രഹപാഠമായി, ഉണർത്തുപാട്ടായി എല്ലായ്പ്പോഴും സൂക്ഷിക്കാവുന്ന ഒരു ആശയമാണ് അപൂർണവും വികലവും വേണ്ടവണ്ണം സ്വാംശീകരിക്കാത്തതുമൊക്കെയാണ് സൂചനകൾ. ഞാൻ സോഷ്യൽ അനാലിസിസ് അല്പം വായിക്കാൻ ശ്രമിച്ചിട്ടുള്ള ആളാണ്. BD ദൈവശാസ്ത്ര പഠനത്തിന് അടുത്ത കാലത്ത് കൂട്ടിച്ചേർക്കപ്പെട്ട 2 വിഷയങ്ങളാണ് കമ്മ്യൂണിക്കേഷൻ സ്റ്റഡീസും സോഷ്യൽ അനാലിസിസും. അവിടെ നിങ്ങൾ സോഷ്യൽ അനാലിസിസിനെ കുറിച്ച് പറയുമ്പോൾ ശീലിക്കുന്ന ഒരു സമീപനമുണ്ട്. ഈ നമ്മൾ പൊതുവെ ഇപ്പം വ്യാപകമായി ഉപയോഗിക്കുന്ന ആശയം ഇരയുടെ പക്ഷത്തു നിന്നും താഴെ നിന്നും കാര്യങ്ങളെ നോക്കിക്കാണുന്ന സമീപനം, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഈ ഒരു ജ്ഞാന പരിസരത്തു നിന്നുകൊണ്ട് ഇരയുടെ ഭാഗത്തു നിന്ന് കാര്യങ്ങൾ നോക്കി കാണുമ്പോൾ കുറെ കൂടി കാഴ്ചപ്പാട് വിശാലമാക്കുവാനും നിലപാടുകൾ രൂപീകരിക്കാനും നമുക്ക് കഴിയുമെന്നാണ് സാറ് ആ ലേഖനത്തിൽ പറയുന്നത്. രണ്ടാമത് ഞാൻ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് 37 മുതലുള്ള പുറങ്ങളിൽ സൂചിപ്പിക്കുന്ന മലയാള നോവലിനെ കുറിച്ചുള്ള, അതാണ് നമ്മുടെ പുസ്തകത്തിന് തലക്കെട്ടായി കൊടുത്തിരിക്കുന്നത്. ഉദ്ഗ്രഥനത്തിന്റെ കാവ്യശാസ്ത്രവും പ്രാതിനിധ്യവും രാഷ്ട്രീയവും. എന്തുകൊണ്ടാണ് ഈ ദളിത് സമൂഹങ്ങൾ വേണ്ടവണ്ണം ഇന്റഗ്രേറ്റ് ചെയ്യപ്പെടാതെ പോയത്, വേണ്ടവണ്ണം റെപ്രസെന്റ് ചെയ്യപ്പെടാതെ പോയത് എന്ന് മലയാളത്തിലെ നോവൽ സാഹിത്യവുമായി ബന്ധപ്പെട്ടുള്ള വളരെ സ്ഥൂലവും സൂക്ഷ്മവും ശക്തമായൊരു നിരീക്ഷണമാണ് സാറിന്റെ രണ്ടാമത്തെ ഞാൻ ഈ പറഞ്ഞ ലേഖനം. ഈ 2 ലേഖനങ്ങളാണ് പ്രധാനമായിട്ട് എനിക്ക് തോന്നി. ബാക്കി 11 ലേഖനങ്ങൾ, ബാക്കി 9 ലേഖനങ്ങൾ വളരെ കോണ്ടക്സ്റ്റിനാണ്, വളരെ ഗൗരവമുള്ളതാണ്. പക്ഷെ അവിടെയും സാറ് ഉന്നയിക്കുന്ന ആശയം എന്തുകൊണ്ട് പ്രതിനിധാനം ചെയ്യപ്പെടാതെ പോയി ഇവിടുത്തെ ദളിതർ, അവരെ എന്തുകൊണ്ടാണ് ഈ ഒരു സാഹിത്യ പരിസരങ്ങളിൽ അവരുടെ ഒരു സാന്നിധ്യവും അവസ്ഥയും രൂപപ്പെടാതെ പോയത് എന്നുള്ള അന്വേഷണമാണ് സാർ അവിടെ നിർവചിക്കുന്നത്. ഇത്തരത്തിൽ ഈ ഒരു വീണ്ടും വായിക്കുകയും സാർ പറഞ്ഞല്ലോ, സാഹിത്യം, ചരിത്രം എന്നൊക്കെ പറയുന്ന പ്രധാനപ്പെട്ട ഒരു ഭൂമിയിലാണ് സാറ് ഈ ആശയങ്ങൾ ഞാൻ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമുക്കറിയാം, വായ്ത്തലയുള്ള ഉപകരണങ്ങൾ രാകുമ്പോഴാണ് കൂടുതൽ മൂർച്ചയുള്ളതാണ്. ചോദ്യങ്ങളിലൂടെയും ചർച്ചകളിലൂടെയും സ്വയം തിരുത്തലുകളിലൂടെയും നമുക്ക് ഈ പ്രതിഭാസത്തെ, ഈ പ്രക്രിയയെ കൂടുതൽ മൂർച്ചയുള്ളതാക്കാം. സാറ് ഉയർത്താൻ ശ്രമിക്കുന്ന, സാറ് പങ്കുവെക്കാൻ ശ്രമിക്കുന്ന ഈ ആശയങ്ങളും ഈ ദൈക്ഷണിക പാതയും ഈ ദിശാബോധമൊക്കെ നമുക്ക് ഏറ്റെടുക്കാം. ചർച്ചകൾ ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു. അതിൻ്റെ ഭാഗമാകാം, നമുക്ക് മുമ്പോട്ട് പോകാം. ഞാൻ അവസാനിപ്പിക്കുന്നു. വളരെ നന്ദി. പ്രിയപ്പെട്ട രേണുകുമാർ സാറാണല്ലോ വിഷയം അവതരിപ്പിക്കുകയും ചർച്ചകൾക്ക് ആമുഖമായി അല്ലെങ്കിൽ ചർച്ച ലീഡ് ചെയ്യിക്കുന്നത്. സാറിനെ വളരെ സ്നേഹത്തോടെ ഞങ്ങൾ തമ്മിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. സാർ പരിചയപ്പെടുത്തി. തീർച്ചയായിട്ടും സാറിൻ്റെയും ദൈക്ഷണികവും സംഘാടനപരമായ കഴിവുകൾ കൂടുതൽ മെച്ചപ്പെടട്ടെ, സർവേഷന് കൂടുതൽ ഫലപ്രദമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചും ആശംസിച്ചുകൊണ്ട് സാറിനെ ക്ഷണിക്കുന്നു.